ഗോൾഡിന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് നാളായിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ആൻഡ് പ്രൈസ് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. സോ പ്രൈസ് ആ ഒരു റെസിസ്റ്റൻസിലോട്ട് വന്നു. അവിടെ നിന്നുണ്ടായിരുന്ന ആ ഒരു സെല്ലേഴ്സിന്റെ ഒരു പ്രസൻസും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലൂടെ ഒരുപാട് നാളായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എന്നുള്ള ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഗോൾഡിൽ ഒരു ബീറിഷ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെൽ ഓഫ് കഴിഞ്ഞ വീക്കിൽ ഒരു ബീറിഷ്നെസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് ഇനി എന്താണ് കാണാൻ പറ്റുന്നത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നല്ല രീതിയിൽ റിജക്ട് ചെയ്ത് ഈ ഒരു ഏരിയയിലാണ് ഇപ്പൊ കറന്റ് നിൽക്കുന്നത്. സോ ഇനി പ്രൈസ് ഈ കറന്റ് നിൽക്കുന്ന ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് നെക്സ്റ്റ് മേജർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ലോ വരെയുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ആദ്യം കാണാൻ പറ്റുന്നത്, ഈ ഒരു ലോ. ദെൻ അവിടെയും പ്രൈസിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയ ഇത് വരുന്നത് 3949 മുതൽ 3886 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും നമുക്ക് അടുത്ത വീക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ച് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ നമുക്ക് ഇത്രയും വലിയൊരു മൊമെന്റം, അതായത് ഒരു 5700 വരെയൊക്കെയുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റിയത് നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ നിന്നുണ്ടായേക്കുന്ന ഒരു ബയേഴ്സിന്റെ ഒരു പുഷ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരുപാട് ഓർഡേഴ്സ് കാരണമാണ് നമുക്ക് ഗോൾഡില് ഇത്രയും നല്ലൊരു മൊമെന്റം കാണാൻ പറ്റിയത്. അപ്പോൾ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ കൂടെ വരുന്നത് ആ ഒരു ലെവൽ തന്നെയാണ്. സോ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും നമുക്ക് നെക്സ്റ്റ് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ല പ്രൈസ് കറന്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടി അപ്സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ അത് വരുന്നത് 4401 മുതൽ 4378 എന്ന് പറഞ്ഞ ഏരിയ ആണ്. അതുപോലെ ഞാൻ ഒരു ഗോൾഡിന്റെ ഒരു 4 ടൈം ഫ്രെയിമിൽ ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് നല്ലൊരു ബീറിഷ് ട്രെൻഡിലാണ് നമുക്ക് ഗോൾഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വീക്ക് നോക്കുവാണെങ്കിൽ ഗോൾഡില് നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ വന്നു ഡെയിലി ടൈം ഫ്രെയിമിൽ, അവിടെ നമുക്ക് സെൽ ഓഫ് വന്നു. അതിന്റെ പ്രൈസ് ആദ്യം നമുക്ക് ഈ ഒരു ഏരിയ വരെ ഡൗൺ സൈഡ് വന്നതിന് ശേഷം ഇത്രയും നല്ലൊരു പുഷ് വന്നു. ആൻഡ് ആ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്താണ് പ്രൈസ് അപ്സൈഡിലോട്ട് പോയേക്കണം. അതായത് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ഏരിയ കാണും. അതായത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു പുഷ് നമുക്ക് ഈ ഒരു ലെഗില് ഈ ഇത്ര ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ലെഗിന്റെ ഒരു ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്കറിയാം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലാത്ത ഒരു ഹെഡ്ജ് ഫണ്ട്സിന്റെ അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. സോ ആ ഒരു ഏരിയയിലോട്ട് വീണ്ടും പ്രൈസ് വരുവാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് അപ്സൈഡിലോട്ട് പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോകുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ വരുവാണെങ്കിൽ അപ്സൈഡിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പൊ ഇത്രയാണ് ഗോൾഡിൽ അടുത്ത വീക്കിൽ നോക്കി വെക്കേണ്ട മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ബിറ്റ് കോയിനിൽ എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ലെവൽസ് നോക്കാം. ഈ ബിറ്റ് കോയിന്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നല്ലൊരു സപ്പോർട്ട് ഏരിയയും പ്രൈസ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ പ്രൈസ് സപ്പോർട്ട് എടുത്തു. ദെൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്രൈസ് റെസിസ്റ്റൻസ് എടുത്തു. കഴിഞ്ഞ വീക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും നമുക്ക് ഡൗൺ സൈഡിലോട്ട് പോവാണ്, റിജക്ഷൻ കിട്ടി ഡൗൺ സൈഡിലോട്ട് പോവാണെങ്കിൽ നെക്സ്റ്റ് മേജർ ആയിട്ട് നമുക്ക് ഈ ഒരു ലോ വരെയുള്ള ഒരു മൊമെന്റ് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അതല്ല പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഡെയിലി ടൈം ഫ്രെയിമില് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇത്രയും വലിയൊരു സെൽ ഓഫ് വന്ന് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്താണ് പ്രൈസ് ഡൗൺ സൈഡിലോട്ട് വന്നേക്കുന്നത്. അതായത് സെല്ലേഴ്സിന്റെ ഒരു നല്ലൊരു പ്രസൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വളരെ നന്നായിട്ട് ആക്റ്റീവ് ആയത് ഈ ഒരു ഏരിയ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ളൊരു പ്രൈസ് ഒരു ഇങ്ങനെ ഹൈ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തോ മൂവ് ചെയ്തല്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സഡൻ ആയിട്ടുള്ളൊരു ഡംപാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സെൽ ഓഫ് വന്നതിന്റെ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓർഡർ ബ്ലോക്ക് ഉള്ള ഒരു ഏരിയ ആണ്, ഓർഡേഴ്സ് ഉള്ള ഒരു ഏരിയ. പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെയുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് റിജക്ഷൻ കിട്ടുവാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു സെൽ ഓഫ് വരുവാണെങ്കിൽ അഗൈൻ നമുക്കൊരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു മേജർ ആയിട്ടുള്ള ഒരു
റെസിസ്റ്റൻസ് ഏരിയ വരുന്നത് 66,389 മുതൽ 64,958 എന്ന് പറഞ്ഞ ഏരിയ ആണ്. അതുപോലെ ബിറ്റ്കോയിന്റെ ഒരു 4 ടൈം ഫ്രെയിമിൽ ചാർട്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 1, 2, 3 3 തവണയോളം നല്ല രീതിയിൽ സപ്പോർട്ട് അറ്റാക്ക് ചെയ്ത ഒരു നല്ലൊരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ സപ്പോർട്ട് എടുത്താണ് പ്രൈസ് ഇപ്പൊ മൂവ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് മൊമെന്റം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മേജർ ആയിട്ട് ബിറ്റ്കോയിനിൽ നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കി വെക്കേണ്ട ലെവൽസ്. ഇതെന്തായാലും ഒന്ന് നോക്കി വെച്ചേരാം. അപ്പൊ അടുത്ത വീക്കിൽ നമ്മുടെ മേജർ ആയിട്ടുള്ള ന്യൂസ് നോക്കുവാണെങ്കിൽ തേഴ്സ്ഡേ 25-ാം തീയതി 6 മണിക്കാണ് നമുക്ക് 2 ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉള്ളത്. സോ അടുത്ത വീക്കിൽ നമുക്ക് വലിയ ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ലോ വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡ്സും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ലെവൽസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് DM ചെയ്താൽ മതി. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് കാണാം.